പറഞ്ഞു എന്ത് റീസൺ നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ എന്നെ ഉപദ്രവിച്ച നിങ്ങൾ അകത്ത് ഒരു കുഴപ്പമില്ല. അവസാനം ഇവര് പറഞ്ഞു പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവര് കൊല്ലത്ത് ഒരു ടീച്ചർ എല്ലാം കൂടെ ഒരു 10-55 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളും അത് മുസ്ലിം കുട്ടികളാണ്. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ ഒരുപാട് മോഡേൺ ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, ഞാൻ അതിന് ഗവൺമെൻറ്റിന് ദോഷമില്ലാത്ത രീതിയിൽ മാത്രമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ഫാമിലിയുടെ അത്രയും കുട്ടികളുടെ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്നാൽ ഡെയിലി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം എന്നുള്ള രീതിയിൽ ഒരു സംസാരിച്ചായിരുന്നു. പക്ഷെ അവരെന്ത് കൊടുത്ത് അത് ക്ലിയറും ചെയ്തു. അല്ല മേഡം, അഡ്മിഷൻ എടുത്തു, ഞങ്ങൾ എല്ലാ ദിവസവും വിടാം എന്നുള്ള രീതിയിലാണ് അവരത് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ടീച്ചർ, ഏത് ടീച്ചറാണെന്ന് വെച്ചാൽ ഈ ടീച്ചറിനാണെങ്കിൽ പറ്റൂല. ഭയങ്കര പുള്ളി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോഴും ഹിന്ദു മുസ്ലിം ആ ഒരു കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ തുഫാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ലഹരിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തുടച്ചു മാറ്റേണ്ട ഒരു കാര്യമാണ് ഇവിടെ ജാതി മതത്തിൻ്റെ കാര്യത്തിൽ സംസാരം. ഇവിടെ മിക്കവരും ഈ മുസ്ലിംസിനെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യത്തിലൊക്കെ. പിന്നെ ചില മുസ്ലിംസ് ഒക്കെ കാണിക്കുന്ന ചില തോന്നിവാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് ജയിച്ചപ്പോൾ ആടിൻ്റെ തല വെട്ടിയിട്ടുള്ള തോന്നിവാസങ്ങളോടൊന്നും എനിക്കൊന്നും യോജിപ്പില്ല, ചെറ്റത്തരമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ടീച്ചറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇനി ഒരു വീഡിയോ കൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും ഒരു വീഡിയോയിലോട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ഒരുപോലെ പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കിടന്ന് തമ്മിലടിക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സബ്ബോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ ടീച്ചറിനെ കുറിച്ച് അവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അത് വൈസ് പ്രസിഡന്റ് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സ്കൂൾ തുറന്ന ദിവസം അതിനു മുന്നേ ഞങ്ങൾ പോയി ഇങ്ങനെ PTA വൈസ് പ്രസിഡന്റ്, ഞങ്ങൾ 2-3 അധ്യാപകരൊക്കെ പോയി ഇങ്ങനെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു ദറസ് ഉണ്ട്. അപ്പൊ ദറസിൽ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി കാണാൻ പറഞ്ഞു. സെക്രട്ടറി പോയി കണ്ട്. അപ്പൊ അവര് എങ്ങോട്ടും വിട്ടില്ല, അവർക്ക് അടുത്തൊരു സ്കൂൾ വേണം, കുഞ്ഞുങ്ങൾ പോയി വരാൻ. അപ്പൊ ടീച്ചർ എന്തായാലും കാര്യമായി, പ്ലസ് 2 വരെയുള്ള സ്കൂളാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നും വരുമോ? എന്ന് വരുന്ന കുട്ടി, എനിക്കത് ചോദിക്കാൻ റൈറ്റ്സില്ല, പക്ഷെ ഞാൻ ചോദിച്ചെന്ന്. അപ്പൊ പറഞ്ഞ് ടീച്ചറെ ഞങ്ങൾ വെള്ളിയാഴ്ച ചിലപ്പോൾ ഇതായിട്ട് അങ്ങനെ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ ഏർപ്പാട് ചെയ്ത് അവര് തന്നെ ആ ചുറ്റുപാടൊന്നും അല്ലാത്ത കുറെ കുഞ്ഞുങ്ങളെ, ഈ ദറസിലല്ലാത്ത കുറെ കുഞ്ഞുങ്ങളെ, ഒരു 8-9 കുഞ്ഞുങ്ങളെയോളം ഒക്കെ ചെയ്തു. എന്നിട്ട് ഇത് 26-27 ഡേറ്റിലാണ്. അതുവരെയും അപ്പൊ അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. ജൂലൈ മാസം ഇതനുസരിച്ച് സ്ട്രെങ്ത് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂള് ഞങ്ങൾക്ക് നഷ്ടപ്പെടുക. ഞാൻ പഠിച്ച സ്കൂളാ, എൻ്റെ സഹോദരങ്ങൾ പഠിച്ച, എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച സ്കൂളാ. പിന്നെ എൻ്റെ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് സാധാരണ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ഉണ്ടാകുന്ന യാതൊരു മാനസിക സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെ അവർ ബുദ്ധിമുട്ടി. ടീച്ചറാണോ ഈ ടീച്ചറിന്റെ തീരുമാനമാണോ, അതായത് HM ആണോ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള ഒറ്റ തീരുമാനം? HM മാത്രമാണ് പറഞ്ഞത്. മാനേജ്മെന്റിൽ ഒരു മനുഷ്യര് പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന്. അവർക്ക് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അങ്ങനെയാണേ ഞാനൊരു ഹിന്ദു, എനിക്കിവിടെ ജോലി തരത്തില്ലല്ലോ മാനേജര്, എനിക്ക് തരത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിവേചനവേ ഇവിടെ ഇല്ല. എല്ലാവരോടും ഒരാ സമീപനം. അപ്പൊ വന്നു, ഈ കുട്ടികൾ എല്ലാവരും എത്തി. ഞങ്ങൾ ബസ് വന്ന ബസ്സിൽ കയറി. ഈ ടീച്ചർ ഞാനിവിടെ സ്കൂട്ടറിൽ വന്ന് മഴ വന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ ഈ ടീച്ചറുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വന്ന രക്ഷാകർത്താക്കളോട് PTA വൈസ് പ്രസിഡന്റിനോട് ചോദിക്കും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അവിടുത്തെ ജോലിക്കാരികൾ പോലും ആ ഒരു ടീച്ചറിനെ, അവിടുത്തെ HM ഒരു പട്ടി വരെ പോലും കൊടുക്കുന്നില്ല. അവിടുത്തെ ജോലിക്കാരികൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എല്ലാ ആൾക്കാരും, അവിടുത്തെ ടീച്ചേഴ്സും വരുന്നവരും കുട്ടികളും എല്ലാവരും ഇവരെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് 4 സസ്പെൻഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. 4 സസ്പെൻഷൻ. എന്തിനാണ് ഇവിടെ മുസ്ലിംസിനോട് ഇത്ര കലിപ്പും കാര്യങ്ങളൊക്കെ വരാനാ? അത്ര ദ്രോഹങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് മറ്റുള്ള പാർട്ടികൾ, ഇവിടെ BJPയും പോലുള്ള പാർട്ടികളും കാര്യങ്ങളൊന്നും അടുപ്പിക്കാത്തതിൻ്റെ കാര്യങ്ങൾ ഇതാണ്. ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ശശികലയെ പോലുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്ത്, അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഓരോ വ്യക്തികളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം വരുവാണ്. എന്തിനാണ് ഇവിടെ മുസ്ലിം, വെള്ള, തൊപ്പി, അതൊക്കെ കണ്ട അത്ര പുച്ഛമാണോ നിനക്കൊക്കെ?
ഞാൻ പറയുമ്പോൾ ഞാൻ അകത്ത് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ വന്നിട്ട് ഇവരിവിടെ എല്ലാം നടന്ന് ബഹളം വെച്ച് എന്തൊക്കെയോ ഒന്ന് അലയ്ക്കുക. ഇത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഇവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധി, ലോക്കൽ മാനേജർ അച്ഛനാണ് മെഴുകുതിരി കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം വരവേറ്റ്. ഞാനിവിടെ ആ സ്കൂൾ ബസ് ഞങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിരലിൽ എണ്ണാവുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ എത്തിയപ്പോൾ അതൊരു മനോഹരമായി, അതങ്ങ് നല്ല ഹാളൊക്കെ നിറങ്ങി നല്ല ഭംഗിയായി. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു, ടീച്ചറെ അഡ്മിഷൻ എടുക്കണ്ടേ, എനിക്കിപ്പോൾ സൗകര്യം ഇച്ചിരി കഴിയും. അങ്ങ് പോയി PTA വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. അവർ കുഞ്ഞുങ്ങൾ രാവിലെ പറഞ്ഞു വന്നിരുന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം എല്ലാം കൂടെ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത്, നമുക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ഓൺലൈനിൽ വന്ന എല്ലാ സ്കൂളും അഡ്മിറ്റ് ചെയ്യും. ഇവിടുത്തെ ടീച്ചർക്ക് ഹാർഡ് കോപ്പി വേണം. ഞാൻ അത് അവരോട് പറഞ്ഞ് ഹാർഡ് കോപ്പി എല്ലാവരും കൊണ്ടുവന്നു. TC ഹാർഡ് കോപ്പി, ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോം, ഇത്രയും സംഭവമായിട്ട് അവരിവിടെ വന്നു. 2 ആണുങ്ങൾ, അതിനകത്ത് ഒരാളെയാണ് സാർ ഇപ്പൊ വിളിച്ചത്. അകത്തോട്ട് കയറി. ലോകത്തൊരു സ്കൂളിലും നടക്കാത്ത തരത്തിലുള്ള ബഹളം. അപ്പോഴത്തേക്ക് അച്ഛനങ്ങ് പോയായിരുന്നു, ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് വേറെ കാര്യമുണ്ടല്ലോ. പറ്റത്തില്ല, നടക്കത്തില്ല. അപ്പൊ ഇവര് തിരിച്ചിറങ്ങി വന്നു, ടീച്ചറെ ഞങ്ങൾക്ക് ഇവർക്ക് പറ്റത്തില്ലെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. PTA വൈസ് പ്രസിഡന്റ് സംസാരിച്ചു. സാറേ, എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തുവായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങള്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ നടക്കും, അവിടുന്ന് ഇങ്ങേയറ്റം വരെ നടക്കും. അലച്ചോണ്ട് വെച്ചാൽ ഭീകരത. എന്റെ കുഞ്ഞുങ്ങളെ ഇറക്കാം, കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുക ഈ കാര്യങ്ങൾ മുഴുവൻ. അവസാനം ഇവര് പറഞ്ഞു, പറ്റത്തില്ല, ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെള്ള വസ്ത്രവും പറ്റത്തില്ല, തൊപ്പിയും പറ്റത്തില്ല. അവര് പ്രയോഗിച്ച, അത് വൈസ് പ്രസിഡന്റ് പറയും, വെള്ള വസ്ത്രവും തൊപ്പി ഇവിടെ പറ്റത്തില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലാണ് ഈ ഒരു സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലാണ്. മുസ്ലിംസിനോട് അത്ര പുച്ഛവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. എൻ്റെ കൂട്ടുകാർ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, മുസ്ലിമും കാര്യങ്ങളൊക്കെ. നമ്മളവിടെ പോകാറുണ്ട്, സഹകരിക്കാറുണ്ട്, മിണ്ടാറുണ്ട്. ഭയങ്കര കൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ, ഭയങ്കര സ്നേഹമാണ്. മലപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ അവൻ്റെ വീട്ടിലാണ് പോകുന്നത്. എനിക്ക് എന്താ പറയണ്ടേ, അവരുടെ റൂമിൽ കയറ്റുന്നു, അവരുടെ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാനോ ഇത് ചെയ്യുന്നു. അത്രയ്ക്ക് സ്നേഹവും, അത്രയ്ക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എത്രമാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇവിടെ പഴയ ആൾക്കാരുണ്ട്, പഴയ ചിന്താഗതിയായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞ് നിൽക്കുന്ന ഒരു 50-60 വയസ്സുള്ള കുറേ ടീംസുകളുണ്ട്. ഒരു 50 വയസ്സ് തൊട്ട് 45-50 വയസ്സ് 60 ആ ഒരു റേഞ്ചിലുള്ള കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുന്ന കാലം മാറിയെന്ന് പോലും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഒരു അധ്യാപികയാണ്, എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു വ്യക്തികൾ. എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ഒരു സ്ത്രീയുടെ. എനിക്ക് തോന്നി അവർക്കൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ട് അവിടെ ഇരിക്കാൻ തന്നെ. അവർക്ക് അവരൊക്കെ ഡിസ്മിസ് ചെയ്ത് വിടണം. ഇവിടുത്തെ ഗവൺമെന്റിനോട് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ പറയുന്നത്. കാരണം അത്രയും കുട്ടികൾ കേക്ക് ചെയ്ത് ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ രീതികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ടാണോ ഇവിടുത്തെ കുട്ടികൾ വളരേണ്ടത്? വെള്ള വസ്ത്രവും തൊപ്പിക്കും എന്താണ് നാണം കെട്ട വർഗങ്ങൾ. ഒരു പ്രയോഗമാണ്. അത്രയ്ക്കും മാനസിക പീഡനം ഒരച്ചമ്മ, അത്രയ്ക്ക് മാനസിക പീഡനം ഇവിടെ ഓരോ അധ്യാപകർക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ അധ്യാപകരോട് ചോദിച്ചപ്പോ എന്റെ അധ്യാപകർ എന്നോട്, ടീച്ചറെ 1 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നു കയറി കുറെ അനുഭവിച്ചു, ഇനി ഞങ്ങൾ പറയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മരണം വരെ അനുഭവിച്ചാലും പറയും, പറഞ്ഞല്ലേ പറ്റൂ, ആരേലും ഒക്കെ പറയണ്ടേ, ഇനിയും സഹിക്കണം. അങ്ങനെ സഹിക്കുന്നതിലല്ല സാറേ, നമുക്ക് അവരിയ്ക്കുന്നതിലുമല്ല. പക്ഷെ ഇത് പറ്റുന്നില്ല, നമുക്ക് വരാനൊരു സന്തോഷമില്ല, സമാധാനമില്ല. ഇവിടെ ഉള്ള കുട്ടികളെ വേർതിരിച്ച് കാണാൻ മുസ്ലിം കുഞ്ഞുങ്ങളില്ല ഇവിടെ ഇല്ല, മനസ്സിലായി. നേരത്തെ ഒരു ടീച്ചർ ഇങ്ങനെ കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങള്. അതിനിടയ്ക്ക് ശശികൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞുങ്ങളെ ഈ ഇത് വിടരുത്. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ, ഒന്നും വിചാരിക്കുകയൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ ഇപ്പോഴേ അവരുടെ മുസ്ലിംസിന്റെ സ്കൂളുണ്ടല്ലോ അങ്ങോട്ട് വിടുകയൊന്നും ചെയ്യരുത്. അതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിള്ളേരെ തീവ്രവാദികളാക്കുന്ന അതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണെന്നുള്ള രീതിയിലാണ്. പുച്ഛമാണ്, പുച്ഛം. അങ്ങനെ കുറേ ആൾക്കാർ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് പോകാം. പിന്നെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവൽ മാറും. ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമല്ല, ഇത് കേരളമാണ്. ആ ഒരൊറ്റ കാര്യം ഓർത്താ നല്ലത്. ടീച്ചർ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ആ ടീച്ചർ സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്ന് ആ ടീച്ചർ പോയി. ജോലി പോകുന്ന അതിന് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്നത്, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ടീച്ചർക്ക് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറെ വഴക്കിട്ട് പ്രശ്നം ഉണ്ടാക്കി ഈ രക്ഷകർത്താക്കളെ എൻ്റെ ആ കുഞ്ഞുങ്ങൾ വിശന്ന് അവിടെ നിൽക്കുക 2 മണി വരെ. ചോറ് കഴിക്കാൻ ആ കുഞ്ഞുങ്ങളെ സമ്മതിച്ചില്ല, അത്രയും പേർക്ക് ചോറ് വെച്ചിട്ടില്ല.
മനുഷ്യത്വമല്ലേ. അവസാനം അവർ ഞങ്ങളുടെ ബസ്സിൽ തന്നെ കയറ്റി ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അന്നം പോലും മുടക്കിയിട്ട് നീയൊക്കെ ഒരു പേട്ട് കളവയൊക്കെ എടുത്ത് ദൂരെ കള, നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട്. എനിക്ക് ഇവിടുന്ന് ശാസ്താംകോട്ടയിൽ വലിയ ദൂരമൊന്നുമില്ല, ഞാൻ ചിലപ്പോൾ പോവും. ഇതിനെക്കുറിച്ചൊന്ന് തിരക്കട്ടെ. ആ രക്ഷകർത്താക്കൾ ചേച്ചി രാത്രി 9 മണി 9:30 മണി വരെ ഈ കുഞ്ഞുങ്ങൾ, ആ സെക്രട്ടറി ഉണ്ടല്ലോ ആ പുള്ളിയെ വിളിച്ചു. ടീച്ചർമാരെ കുറിച്ച് എന്തൊക്കെ പറയാവോ അത് മുഴുവൻ പറഞ്ഞു. ആ ടീച്ചർ മോശം, ഈ ടീച്ചർ 100% വിജയമുള്ള സ്കൂളാണ് ഞങ്ങളുടെ. അപ്പൊ ഇതൊക്കെ മാനേജ്മെന്റിനെ അവരോടൊക്കെ എന്തിനാ സാറേ എന്തു പറയണ്ടേ, നമ്മുടെ ഇത് കിട്ടില്ല, ഫിറ്റ്നസിന്റെ കാര്യം. ഈ വരുന്ന രക്ഷകർത്താക്കളോട് എന്തിനാ, ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല, ചിലപ്പോ സ്കൂളിൽ പോകും. അതന്നെ അവരോട് പറഞ്ഞ ഫിറ്റ്നസ് കിട്ടി നമുക്ക്, അത് മാനേജറുടെ ജോലിയല്ലോ ഫിറ്റ്നസ് മേടിക്കാന്നുള്ളേ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ രാത്രി 9:30 വിളിച്ചിട്ട് പറഞ്ഞു ടി സിക്ക് എവിടാന്ന് വെച്ചാൽ പറഞ്ഞു, ഞാനിപ്പോ ടി സി വിടും, എനിക്കിത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത ആള് സംസാരിക്കുന്നത് ഞാനൊന്ന് വെച്ച് തരാം. ഓരോരുത്തരുടെയൊക്കെ ഓരോ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യരെന്ന. ഇത് ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. വിടുകയാണ് ചെയ്തത് ഈ രക്ഷകർത്താക്കൾ. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും ടി സിയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയത്ത് ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി. ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങാനും മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നത്. സ്ക്വാഡ് വർക്ക് ചെയ്താണോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-കാരും കൂടെ എൻ്റെ ഒരു പോസിറ്റീവ് കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്ത് ഈ മുസ്ലിം കുഞ്ഞുങ്ങൾ എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ നിന്ന് ആ രക്ഷകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ് 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോടെ ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാർത്ഥം ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പൊ എൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂള്. അപ്പൊ ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 ഒന്ന് ആലോചിച്ച് നോക്കി. 5ാം ക്ലാസ്സിലാണ് നേരത്തെ പഠിച്ച കുട്ടികളുടെ ബ്രദേഴ്സിനെയൊക്കെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നെയും വിളിക്കാറുണ്ട് ടീച്ചേഴ്സൊക്കെ. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ട്, ഡാനി ഏതെങ്കിലും കുട്ടികൾ വല്ലതും ഉണ്ടോ, എങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികളെ ഞങ്ങൾക്ക് ഒന്ന് സംഘടിപ്പിച്ച് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഓരോരുത്തരും പിള്ളേരെ കഷ്ടപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോഴേ ഈ ജാതി മതം അതും ഇതും മറ്റേത് മറിച്ചതും ഒക്കെ നോക്കുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടീച്ചർ കാരണം എത്ര കുടുംബത്തിനാ പ്രശ്നം ഉണ്ടായത്. നാളത്തെ വലിയ വലിയ ആൾക്കാരെയാ ആ 55 കുട്ടികളിലെ നിങ്ങൾ കണ്ടോ, അതിനെ അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കേരളത്തിനെ തന്നെ ലോകത്തിലേക്ക് അറിയപ്പെടുത്താൻ പോകുന്നത് ഇനിയുള്ള കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളം മോശമല്ലെന്നല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. അത്യാവശ്യം നല്ല ഇതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നാളെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാവാം, നാളെ ഒരു ഫുട്ബോൾ പ്ലെയർ ആവാം, ഒരു ചാമ്പ്യൻ ആവാം, പറയാൻ പറ്റത്തില്ല. ആ നിൽക്കുന്ന കൊച്ച് അവൻ വന്നിട്ട് എനിക്ക് പണ്ട് സ്കൂളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് അവൻ്റെ ലൈഫ് സ്റ്റോറിയിൽ വല്ലതും പറഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്ക്. കൂടുതൽ കുട്ടികൾ കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു.
ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അതിന് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറെ ആൾക്കാർ. ഇന്നലെ ബുധനാഴ്ചക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ അവര് തിരിച്ചുവിട്ട്. രക്ഷിതാക്കള് ഇവർ ഇത്രയും അപമാനിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ടീച്ചർ എന്നിട്ട് തരാൻ പറഞ്ഞു, ഞങ്ങളെ അഡ്മിഷൻ വരുമോ ഇല്ലയോ എന്ന് PTA പ്രസിഡന്റ് കയറി പറഞ്ഞു, വൈസ് പ്രസിഡന്റ് കയറി പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം അഡ്മിഷൻ കൊടുക്ക്, വരുന്നില്ലെങ്കിൽ ടീച്ചർ ആബ്സെന്റ് ചെയ്യും, വരാത്ത ദിവസങ്ങൾ ആബ്സെന്റ് ചെയ്യുക. അല്ല ഇത് ഈ തുടർച്ച 15 ദിവസം ആകുമ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു ദിവസം മതിലെന്ന് പറഞ്ഞ് നമുക്ക് കുട്ടിയെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ ടീച്ചർ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് വാശിയിൽ തന്നെ നിന്നു. എന്നിട്ട് ഞങ്ങൾ തന്നെ AOയും വിളിച്ചു, DOയും വിളിച്ച്, DO ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. എന്താണ് ഈ ടീച്ചറിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാല് കാര്യം ഒന്നാമത് കുഞ്ഞുങ്ങളും കുറവല്ലേ. പക്ഷേ ടീച്ചറിന് വർഗീയത ഉണ്ടായത് കൊണ്ടാണ് ടീച്ചർ ഇത് ചെയ്യാഞ്ഞതാണ് ഞങ്ങളുടെ രീതി, ഞങ്ങൾ മനസ്സിലാക്കിയ രീതി അതാണ്. ഒരു ടീച്ചർ പറയുന്നത് കേട്ടില്ലേ, ഒരു ടീച്ചർ പറയുന്നത്. അപ്പം അവർക്ക് എത്രമാത്രം കൊണ്ടുകാണും. ഈ സംസാരിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. എല്ലായിടത്തും കാണും ചില ഭാഷയാണ്, ചില ക്രിമികളൊക്കെ. നമ്മളിപ്പോൾ ടോയ്ലറ്റ് വാഷ് ചെയ്യത്തില്ല, ഡെറ്റോളും ഈ പറയുന്ന ഹാർപ്പിക്കും ഒക്കെ ഇട്ട്, എന്നിട്ട് അതിൻ്റെ പരിസ്ഥിതി കാണിക്കുമല്ലോ ചില കീടാണുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ പറ്റിയിരിക്കുന്ന പോലെ, അതുപോലൊരു പറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ടീച്ചർ. പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റേജിൽ നിന്നപ്പോൾ അത് PTA വൈസ് പ്രസിഡന്റ് കേട്ടത്. സ്റ്റേജിൽ കയറിയപ്പോൾ വെള്ള ഉടുപ്പും തൊപ്പി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ അഡ്മിഷൻ കിട്ടുമെന്നാ വിചാരിച്ചെന്ന് PTA പ്രസിഡന്റ് ഇത് കേട്ട്. എന്നിട്ട് പോലും അവര് PTA പ്രസിഡന്റ് അവരാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പാലിക്കത്തുള്ളൂ. അവരുടെ വായിന്ന് വന്ന വർത്തമാനമാണ് വെള്ളയും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. കഷ്ടം. ഇവിടെ ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ പേര് ഡാനി സത്യം എന്നാണ്, അത് ക്രിസ്ത്യൻ്റെ പേരാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഈ പറയുന്ന പള്ളിയിൽ പോകാറുണ്ട്. പോയി കരുണാവപ്പള്ളി പള്ളിയിലാണ് ഞാൻ പോകുന്നത്. അവിടെ പോയിട്ട് പട്ടും കാര്യങ്ങളും വെക്കാറുണ്ട്. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ അവിടെ കയറിയിട്ടില്ല ഇതുവരെ. പക്ഷെ പുറത്ത് നിന്ന് തൊഴുതിട്ടുണ്ട്. ഞാൻ കയറാനുള്ള സമയം കിട്ടിയില്ല. ഇനി എന്താ പറയണ്ടേ, ഇവിടെ ജാതി മതം ഇല്ലടേ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് പഴയ ആൾക്കാരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുന്നതും കുട്ടികളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും കുറച്ച് കൂടുന്നുണ്ട്. അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് അകത്ത് കയറിയ സമയത്ത് ചോദിച്ച് ടീച്ചറെ അഡ്മിഷൻ എടുക്കുക, ഒരു ടീച്ചറിനെ പോസ്റ്റ് പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ ടീച്ചർ അഡ്മിഷൻ എടുത്തില്ല. ഈ 30 കുഞ്ഞുങ്ങളെയും താണ്ട ഈ വീഡിയോയിലുണ്ട്. ഈ രക്ഷകർത്താക്കൾ ഈ സൈഡിൽ വന്ന് നിന്ന് വിഷമിച്ച് ഞങ്ങളോട് വിഷമിച്ചാണ് ഇറങ്ങിപ്പോ അവര് വണ്ടി കയറി. കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു പോയി. 2 മണി സമയമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കരയുക, വിശക്കുന്നു, ഞങ്ങൾക്ക് പേടിയാവുന്നപ്പോ ബാപ്പ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ഈ രക്ഷകർത്താക്കൾ പറഞ്ഞ് ഈ സ്കൂളിൽ ഈ ടീച്ചർ ഇരിക്കും കാലത്തോളം ഞങ്ങൾ കുട്ടികളെ വിടത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അതുപോലെ ഈ HMനെതിരെ നേരത്തെ എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? അതെന്താണ് അവരുടെ പേര്? 2021 കാലഘട്ടത്തിൽ 23 വരെ സസ്പെൻഷൻ നേരിട്ട ഒരു ടീച്ചറാണിത്. അത് കഞ്ഞി വിഷയവുമായിട്ട് സംബന്ധിച്ചാണ് പുറത്തു പോയിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്തില്ല അന്നത്തെ സമയത്ത്. അതിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ട ഒരു അധികം അന്നേ പറയുമായിരുന്നു ഞാനിത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് കൂട്ടിച്ചായി ഞാൻ കൊടുക്കത്തോളെന്ന്. അവര് ഇവിടെ വന്ന് എല്ലാ അധ്യാപകരുടെ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് ഈ 2021 കാലഘട്ടത്തിൽ അങ്ങനെ ഈ മാനേജ്മെന്റ് അത് സസ്പെൻഷൻ ആയ സമയത്ത് അവർ ഒരുപാട് പരിശ്രമിച്ചു. ഇവർ പൈസ വാരി എറിഞ്ഞ് DO ഓഫീസിലും ബാക്കി എല്ലായിടത്തും DDയിലും വലിയ വക്കീലിനെ കൊണ്ട് ബാധിച്ച് അതിൽ നിന്ന് അവർ തിരിച്ചു കയറി. ഇവർക്ക് പൈസ നഷ്ടമല്ലാതെ അവർക്ക് നീതി കിട്ടിയില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് പറയുന്നത് ഇവർ ഇറങ്ങുന്ന സമയം വരെ ഞങ്ങൾക്ക് അവർ കൈവിട്ടു. കാരണം 21 മുതൽ 23 വരെ അവരെ ഇറക്കി നിർത്തിയിരുന്നു. പക്ഷെ ഇവര് തിരിച്ച് ശക്തിയോടെ തന്നെ കയറി വന്നു. അപ്പൊ അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പൈസ പോകുന്നതല്ലാതെ എന്റെ ജോലി പോകുന്ന അവസ്ഥ. എന്റെ ജോലിയെ സംബന്ധമായിട്ടാണ് ആ ചക്കുപള്ളി ഭാഗത്തുള്ള ജനങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്ക് കുട്ടികളെ തന്നത്. എനിക്ക് വേണ്ടുന്ന ഒരു 10 കുട്ടികളുണ്ടായിരുന്നു. അത് പുറത്തുനിന്നുള്ള ദർസിലെ കുട്ടികളല്ല, ദർസിലെ കുട്ടികളെ അല്ല. അത് ഞാൻ ആ ടീച്ചറിന്റെ അടുത്ത് കാല് പിടിച്ചു കൊണ്ട് ദർസിലെ കുട്ടികളല്ല ടീച്ചറിന് എങ്ങനെ അറിയാം? ഇതാണ് എന്തിനാ കാല് പിടിക്കാൻ പോയി മേഡം എന്തിനാ കാല് പിടിക്കാൻ പോയി? ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അവരുടെ ജോലിയുടെ വിഷയമാണല്ലോ. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു മേഡം എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നല്ല ഒന്നാന്തരം പിള്ളേർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്തത്. നല്ല ഒന്നാന്തരം പിള്ളേർ 55 പിള്ളേരെങ്കിൽ 55 പിള്ളേർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ദൈവം
എന്താ പറയണ്ടേ, നിങ്ങളെ കാത്തിരിക്കും. അത് ഉറപ്പാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുവായിട്ടുള്ള ഞാൻ അമ്പലത്തിൽ പോകും, മുസ്ലിം പള്ളിയിലും പോകാറുണ്ട്, മിക്കപ്പോഴും പോകാറുണ്ട്. ഞാൻ ഒരു പച്ച ചരട് കിട്ടും, കാരണം നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ പോയി തൊഴുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. നീ ഇത് കണ്ടിട്ട് കുറേ എണ്ണം വന്നിട്ട് എൻ്റെ പൊന്നെ കൂടോത്രമാണെന്നൊന്നും പറയല്ല. എല്ലാവരും പോകാറുണ്ട്, മിക്ക ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രത്യേകിച്ച് ഈ പാർട്ടിക്കാരുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ, അമ്പലത്തിൽ പോകത്തില്ലെന്ന് പറയത്തില്ലേ, എന്നും വൈകിട്ട് എല്ലാ എണ്ണം പോകും. അമ്പലത്തിൽ പോയിരുന്ന തൊഴിലും പ്രാർത്ഥനയും കുരുതി അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോവാം. ഉറപ്പാണ് നിങ്ങൾക്ക് അതെല്ലാം നല്ലൊരു ഫലം കിട്ടും. കാരണം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആത്മാർത്ഥയോടാണ് കുട്ടികൾക്ക് വേണ്ടി. അതിലെന്തായാലും മോളിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കനിയും. പറയും ടീച്ചറിന് എങ്ങനെ അറിയാം? നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് ആക്ഷേപിക്കുന്ന രീതി കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുക. കുഞ്ഞുങ്ങളുടെ മുമ്പിലോട്ടാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. കുട്ടികൾ പറയുന്നത് എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് കുട്ടികൾ വരാത്തതെന്ന് ഞങ്ങളെ ആക്ഷേപിക്കുക. ഓരോ അധ്യാപകരെ ആക്ഷേപിക്കുന്നുണ്ട്. പിന്നെ കഞ്ഞി അത് പറയണോ? അപ്പൊ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുക. ഈ വന്ന ജനങ്ങളുടെ അടുത്തും പറഞ്ഞു. പക്ഷെ 100% വിജയം കിട്ടിയ സ്കൂളായത്. ഇപ്പൊ 100%, 3-4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 100% നേടാൻ ഞങ്ങൾ കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും. ഡി ഓഫീസ് അന്വേഷണം നടത്തിയപ്പോൾ ഈ ടീച്ചർ എന്നെ വിളിപ്പിച്ചു. അവർ നടപടി എന്താന്ന് ചോദിച്ചാൽ, ഒരു വാണിംഗ് എന്ന രീതിയിൽ ഇനി കുട്ടികൾ വന്നാൽ ജോയിൻ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞാണ് ഡി ഓഫീസിൽ നിന്ന് വിട്ടത്. പക്ഷെ ഇനി വരുത്തില്ല കുട്ടി രക്ഷകർത്താക്കൾ ഈ സ്കൂളിലോട്ട് ഇനി ഒരു മനുഷ്യൻ ഒരു കുഞ്ഞു പോലും ഇവിടെ അഡ്മിഷൻ എടുക്കത്തില്ല. ഇപ്പൊ ഇന്നും 6ാം ക്ലാസ്സിലേക്ക് 2 അഡ്മിഷൻ പോയി. TC മേടിച്ചുകൊണ്ട് അവർ പോയിരിക്കുക. 2 അഡ്മിഷൻ ഇന്ന് അവിടെ വന്ന് 2 അല്ല 3 അല്ലേ? ഇതറിഞ്ഞുകൊണ്ട് 3 അഡ്മിഷനാ. ഈ ജനങ്ങളെല്ലാം ചോദിക്കുന്നത് ഇത് എന്ത് പറ്റി? ഈ സ്കൂള് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് ത്യാഗം സഹിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? ഇത്രയും കുഞ്ഞുങ്ങൾ 30 കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഇത് മതത്തിന്റെ പേരില, അല്ലാതെ വ്യക്തികളെ അല്ല, മതത്തിന്റെ പേരിലാണ് ഈ ടീച്ചർ. എന്തായാലും ആ ഒരു നാട്ടുകാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എവിടാ പോയെന്നൊന്നും അറിയത്തില്ല. ഇവർക്കൊക്കെ വേണ്ടി നിന്നുകൂടെ? ഞാൻ അപേക്ഷിച്ച് പറയുകയാണ്, ഇത് കാണുന്നവരൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ടീച്ചറിന്റെ ജോലിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ അവിടെ തിരിച്ചു പോയിക്കൂടെ? ആ പെണ്ണുമ്പിളുടെ കാര്യം വിട്, പേട്ട് തള്ളയോട് പോകാൻ പറ, അവർക്ക് ഭ്രാന്ത് അങ്ങനെ കണ്ടാൽ മാത്രം മതി. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയട്ടെ. ഞാനിപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവർക്ക് വട്ട് ആ ഒരു സെൻസിലെടുത്താൽ മാത്രം മതി. ഇവരുടെ ഒരു ജോലിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാഞ്ഞത് ആ ടീച്ചറിന്റെ ബ്ലെസ്സി ജോർജ്. എന്റെ ജോലി അവതാളത്തിലായി. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. കാരണം ഞങ്ങൾ 3 വർഷം കൊണ്ട് അപ്രൂവൽ ആയിട്ടില്ല. ഡി ഓഫീസിൽ നിന്നും ഞങ്ങൾ ഈ നീതിക്ക് വേണ്ടി ഡി ഓഫീസിൽ ചെന്നപ്പോഴും ഇത് 2-3 ദിവസമേ വരുത്തോളം എന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞെന്നും. അടിപൊളി. ഓക്കെ, ഇനി ആ പേട്ട് തള്ള പറയുന്നതിന്റെ ഞാനൊന്ന് വെച്ചുതരാം. പരാതികൾ ഉയർന്ന സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സംഭവം എന്താണെന്നുള്ളത് നമ്മൾ അവിടെ ഇവിടുത്തെ പ്രഥമ അധ്യാപിക അദ്ദേഹത്തിന് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്താ ടീച്ചറെ, എന്തായിരുന്നു സംഭവിച്ചത്? ടീച്ചർ ഏതെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ചത്? ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്? അത് വ്യാജപരമായിട്ട് കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഈ സ്ഥാപനത്തെയും എന്നെയും ആക്ഷേപിക്കാനായിട്ട് ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാ ടീച്ചർ പറഞ്ഞത്? അഡ്മിഷൻ ഞാൻ നിഷേധിച്ചിട്ടില്ല ഒരു കുട്ടിക്ക് പോലും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇത് അഡ്മിഷൻ നിശ്ചയിച്ചായിട്ട് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ഇവിടെ രാവിലെ ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. എന്താണോ അതിന് കാരണം? എന്താണോ നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ മേലധികാരികളോ അങ്ങനെ ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമ്പോഴോ കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പൊ അൺഒഫീഷ്യലായിട്ട് നമുക്ക് ആരെങ്കിലും വന്നാൽ നമ്മളെല്ലാം നമുക്ക് പ്രതികരിക്കാനുള്ള സമയമില്ല. മാത്രമല്ല ഇന്നത്തെ ദിവസം സിസ്റ്റർ വർക്കിന്റെ ബന്ധപ്പെട്ട തിരക്കുകളെ എന്റെ ഓഫീസ് ജോലികൾ തടസ്സപ്പെടുത്താനായിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അല്ല, ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിച്ച മിക്ക അധ്യാപകരും ടീച്ചറിനെതിരെയാണ് സംസാരിച്ചത്. എല്ലാ ടീച്ചറും ഇവർക്കെതിരാണ്. ടീച്ചേഴ്സ് മാത്രമല്ല, അവരുടെ ജോലി ചെയ്യുന്ന വേലക്കാരെ ഉൾപ്പെടെ, വേലക്കാരി എന്ന് പറയുന്നില്ല കേട്ടോ, ജോലി ചെയ്യാൻ വരുന്ന അമ്മയാണെങ്കിലും എന്താ പറയണ്ടേ, ഇവരെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ആ ഏരിയയിലാണെങ്കിൽ ഇവരെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. ആ പിള്ളേർ അവിടെ പേടിച്ചും കണ്ടിട്ടാണ് അവിടെ പഠിക്കുന്നതെന്നാണ് അവിടുത്തെ സംസാരവും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഇവരെ പൂട്ടിയിടാൻ നോക്കി, അടിക്കാൻ നോക്കി, ഇടിക്കാൻ നോക്കി, തൊഴിക്കാൻ നോക്കി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതൊരു പക്ഷേ അവർക്ക് വ്യാജ TC-കൾ വെച്ച് അഡ്മിഷൻ നടത്തി വ്യാജ തസ്തിക സൃഷ്ടിച്ച് അവരുടെ തസ്തിക നിലനിർത്താനുള്ള പലപ്പോഴും അതിന് ഞാൻ എതിർ നിന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക ബാധ്യത വെക്കുന്ന യാതൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പൊ വ്യാജ TC-കൾ വെക്കുക, അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അനധികൃതമായിട്ട് ഹാജർ കൊടുത്ത് കൊണ്ടുപോയി തസ്തിക നിലനിർത്തുന്ന പ്രവണതയോടെ എനിക്ക് യോജിക്കാനാവില്ല. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്നോട് വ്യക്തിവൈരാഗ്യമുള്ള അധ്യാപികമാരുമുണ്ട്, അധ്യാപകരുമുണ്ട്. ഇപ്പൊ നമ്മളിവിടെ വന്നപ്പം ഒരു അധ്യാപിക പറഞ്ഞത് ആ ടീച്ചറിനെ കടിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എന്നെ ഒരു മുറിക്കകത്ത് കൂട്ടിയിടാൻ അധ്യാപിക ഉൾപ്പെടെ ചില പാർട്ടിക്കാരോട് ഒത്തുകൊണ്ടിച്ച് ശ്രമിച്ചിട്ടുണ്ട്. കുറെ വെളിയിൽ നിന്ന് കുറെ പാർട്ടി പ്രവർത്തനം എന്നുള്ള പേരിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ മുറിക്കാൻ. മുഖത്ത് നോക്കി പറ ടീച്ചറെ, ചുമ്മാ ടീച്ചർ അങ്ങോട്ടങ്ങ് നോക്കി അങ്ങ് പടപടാന്നും പറഞ്ഞിട്ട് ആരും എഴുതി കൊടുത്ത പോലെ ഇന്ന് സംസാരിക്കുവാണല്ലോ ടീച്ചറെ. ഒരു കോളേജിലൊക്കെ ഇങ്ങനെ, സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ടീച്ചർ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമാണ്. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നില്ല? നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, തൊഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് മീഡിയക്കാരുടെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നത് ആദ്യം അതല്ലേ ചെയ്യണ്ടേ? എന്താണ് ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സ്കൂൾ എന്ന് പറയുന്ന നിസ്സാര കാര്യമാണോ? അവിടെ പിള്ളേരുണ്ടെങ്കിൽ എത്ര കുടുംബമാണ് രക്ഷപ്പെട്ടു പോകുന്നത്? 56 പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, എത്ര പേരുടെ ജോലി. ഇപ്പോൾ അവരുടെ ജോലി പോയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ? ഈ ഒരു കാലഘട്ടത്തിൽ 2 പേർക്കെങ്കിലും ജോലി വേണം. ചിലപ്പം അവർ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു ജോലിയില്ലാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ഈ ഒരു സംഭവം കൊണ്ടായിരിക്കും അവർ കഴിഞ്ഞു പോകണമെന്തെങ്കിലും ഇതാണെങ്കിലോ നിങ്ങൾ സമാധാനം പറയുമോ? ഈ ഒരു സ്ത്രീ ആളെ കൊള്ളാം. മുസ്ലിംസ് എന്തിനാടേ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കുക. കുറച്ചും കൂടെ കഷ്ടം. കൂട്ടിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ എന്നെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെയും ബോധപൂർവ്വം ആരെയും പഠിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ടീച്ചറെ കുട്ടികൾക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല. അത് കറക്റ്റായിട്ടൊരു അതെ, ഫുഡിന്റെ കാര്യത്തിന് വേണ്ടി ഇവർക്കൊരു സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളതാണ് പണ്ട് കുറച്ച് നാളത്തേക്ക്. പിന്നെ അവർ 2023 ശക്തമായിട്ട് തിരിച്ചു വന്ന് ഇവർക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ എതിർപ്പ് നിന്നതാണ്. പിന്നെ നല്ല ഹോൾഡും കാര്യങ്ങളും ഉണ്ട്. പൈസ എറിഞ്ഞിട്ടാണ് പുള്ളിക്കാർ ഇവിടെ വന്നതാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഭക്ഷണ വിതരണം തന്നെ മുടക്കുന്ന ഒരു സമീപനമാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അധികം വരുന്ന ഭക്ഷണം അധികം വരാറുണ്ട്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഉൾപ്പെടെ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എനിക്ക് ക്ലാസ് മുറിയിലോട്ട് അധികം വന്നാൽ ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കാറുള്ളൂ. ടീച്ചറെ, സത്യത്തിൽ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വിഷയം ഇടാൻ പറ്റുന്നു? കാരണം എന്ന് വെച്ചാൽ മന്ത്രിക്ക് പരാതി പോകുന്നുണ്ട്, ശസ്ത്രങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി പോകുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും നടക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക? മനഃപൂർവ്വം എന്നെ ആക്ഷേപിക്കാനായിട്ടും പിന്നെ സ്കൂളിനെതിരെ എൻ്റെ പൊന്നെ ടീച്ചർ, അവിടെ പാർട്ടിക്കാർ വന്ന് ബഹളം വെച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് ആ പിള്ളേർ അഡ്മിഷൻ മുടക്കി? മുടന്ന ന്യായങ്ങൾ അടിച്ചു വിടല്ലേ എൻ്റെ പൊന്നോ. ഇവരൊന്നും മുഖത്ത് പോലും നോക്കാതിരുന്ന് ഇങ്ങനെ കള്ളം പറയുന്നത് ഓർക്കുമ്പോഴാണേ നല്ല രീതി വെളുപ്പിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആക്ഷേപമാണത്. 2026-27 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് രക്ഷകർത്താക്കൾ കൊണ്ടുതന്ന ആധികാരികമായ രേഖകൾ വെച്ച് അഡ്മിഷൻ നടത്താൻ നിയമപരമായിട്ട് നടത്തേണ്ട അഡ്മിഷനുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ, ഇപ്പൊ ഈ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ അഡ്മിഷൻ കൊടുത്തു? ഇവിടെ നിയമപരമായിട്ട് ഒരു അഡ്മിഷൻ പോലും ഇവിടെ നിയമവിരുദ്ധമായിട്ട് നടന്നിട്ടില്ല. ഒരു കുട്ടിയുടെ പോലും അഡ്മിഷൻ നിഷേധിച്ചിട്ടുമില്ല. നിയമപരമായിട്ട് അഡ്മിഷൻ നടക്കേണ്ട രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും 2019 മുതൽ ഇന്നേ വരെ ഞാൻ എച്ചമായിട്ടിരുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമല്ല, അതൊരു റൗണ്ട് അടിച്ച്, അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ എന്നുള്ള രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഫിഡൻസോടെ എത്ര പറയാൻ വരുന്നത്? ഞാൻ കൊടുക്കും എന്നുള്ള രീതി പറയാം ചേച്ചി. നല്ല രീതി, കാരണം ഞാൻ നല്ല ഒന്നാന്തര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള സംസാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. കൊള്ളാം. എന്തായാലും കള്ളം പറയുന്ന ടീച്ചറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതി ഇതിൻ്റെ ഇടയിൽ കളികളാക്കുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ ഈ പാചകം ചെയ്യുന്ന അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാറില്ല, വേണ്ടത്ര ഭക്ഷണം വിതരണം ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന അവരൊന്നും അവിടുത്തെ ജോലിക്കാർ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ഫുഡ് പോലും നല്ല രീതിയിൽ കൊടുക്കാൻ ഇല്ല എന്നുള്ള രീതിയിലാണ്, ഫുഡ് പോലും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഒരു പരാതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ ഭക്ഷണമെങ്കിലും 10 വരെയുള്ള കുട്ടികൾക്ക്, വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കാറുണ്ട്. അധികം വരാറുണ്ട്. അധികം വരുന്ന ഭക്ഷണം പിന്നെ കുട്ടികൾക്ക് തന്നെ ഞാൻ തന്നെ ക്ലാസ് മുറികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോഴുള്ള ആ കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ടീച്ചർ പറയുന്നത്. നിയമപരമായിട്ട് ഈ ഞാൻ എച്ചമായിട്ടിരിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം എങ്ങനെയാണോ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും നാൾ നടത്തിയിട്ടുള്ളത്. ഇനിയും അതേ ചെയ്യും. ഓക്കെ ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണണമല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ആ ടീച്ചറിന്റെ ജോലി തിരിച്ചു കിട്ടട്ടെ, ആ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. എന്തായാലും ഇതുപോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ദൈവം വെച്ച് ഉറപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ള വസ്ത്രവും തൊപ്പിയെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിംസിനെ എങ്ങനെ പുച്ഛിക്കണോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഇല്ല. അവരും നമ്മുടെ നാട്ടിൽ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യണം. ബൈ, ലവ് യു ഓൾ ഗൈസ്. അഭിപ്രായം കൃത്യമായിട്ട് പറയണം. നിങ്ങൾ ആരും അത് പറയുന്നില്ല. പിന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിൽ ആരും അങ്ങനെ സബ്ബോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.